തരത്തിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാം പുതിയ പുതിയ ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ തൃതീയ, സ്വർണം മേടിക്കാൻ വേണ്ടി ഒരു ദിവസം. 15 വർഷം മുമ്പ് ഇങ്ങനൊരു ദിവസത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. വാലന്റൈൻസ് ഡേ കുട്ടികളെല്ലാം ആഘോഷിക്കുന്നു വലിയ കാര്യമായിട്ട്. ഫെബ്രുവരി 14-ന് ഇത് ആഘോഷിക്കുന്ന കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും, നോക്കിയും കണ്ടൊക്കെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുക, അല്ലെ കൃത്യം 10 മാസം കഴിഞ്ഞാൽ നവംബർ 14-ന് ശിശുദിനവും കൂടെ ആഘോഷിക്കേണ്ടി വരും. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് ഞാൻ ഇവരോട് എപ്പോഴും പറയാറുണ്ട്. ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നമ്മളിങ്ങനെ പഴഞ്ചനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമുക്കിതൊന്നും ആഘോഷിക്കണ്ടേ. ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അപ്പൊ അവള് പറഞ്ഞു, എനിക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണം. പുതിയൊരു ഇറക്കാണ്, മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് തിന്നുന്ന പരിപാടി. ഹോട്ടലുകാരന് കറണ്ട് കാശ് ലാഭം. ഇതിൽ വല്ലതും ചത്ത് കിടപ്പുണ്ടെ നമുക്ക് കാണാനും പറ്റൂല, വെട്ടമില്ല വെളിച്ചമില്ല ഒന്നുമില്ല, ഇരുട്ടത്തിരുന്ന് വേണം നമ്മൾ തിന്നാൻ. അതുമല്ല, കേരളം പോലൊരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇതെങ്ങനെ മനസ്സിലായെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്. ലെക്സ് സോപ്പിന്റെ പരസ്യത്തിൽ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും കൂടെ തിന്നുന്ന കണ്ടിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കൂട്ടത്തിൽ ഇത് തിന്നണമെന്നുള്ള കൊതി തോന്നിയിരിക്കുന്നത്. അവൾ ഐശ്വര്യ റായി അല്ലെങ്കിലും കുറച്ചു നേരത്തേക്ക് ഞാൻ അഭിഷേക് ബച്ചനാണെന്ന് സ്വയം വിശ്വസിച്ചു. കുമരകം എന്ന് പറയുന്ന സ്ഥലത്തൊരു ഹോട്ടലിൽ ഇത് ബുക്ക് ചെയ്തു. ചെന്നു, തിന്നാൻ വേണ്ടി ഇരുന്നു. ഒരു ഉരുളിയിൽ വെള്ളം നിറച്ചിട്ട് 2-3 പൂക്കളുടെ ഇതളും ഇട്ടിട്ടുണ്ട്, ഒരു മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു ബിരിയാണി കൊണ്ടുവച്ചു. തിന്നാൻ വേണ്ടി കൈ കുത്താൻ പോയപ്പോൾ അവള് പറഞ്ഞു, ചേട്ടാ ആക്രാന്തം കാണിക്കരുത്, ഇതൊക്കെ തിന്നുന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ചിട്ടവട്ടം? ഇത് തിന്നുമ്പം മുഖത്തോട് മുഖം റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിരിക്കണം അത്രേ. ഈ ലോകത്ത് വേറെ എന്ത് സാധനം തന്നാലും നമുക്ക് 2-3 മിനിറ്റൊക്കെ നോക്കിയിരിക്കാം. സ്വന്തം ഭാര്യയുടെ മുഖത്തോട്ടൊക്കെ 10-15 മിനിറ്റ് റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഞാൻ അതും ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ടേബിളിലിരിക്കുന്ന കാമുകൻ കാമുകിയോട് പറഞ്ഞു, ആ ലിവറിങ് എടുക്കൂ കരളയെന്ന്. അതെന്റെ ഭാര്യ കേട്ടു. ഇടതുവശത്തിരിക്കുന്ന ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ആ ഷുഗറിങ് എടുക്കൂ പഞ്ചാരയെന്ന്. അതെന്റെ ഭാര്യ കേട്ടു. അവൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ആ ബീഫിങ് എടുക്കടി പോത്തെ എന്ന്. അതോടുകൂടി അവരുടെ ആഘോഷം ഏകദേശം സെറ്റപ്പ് ആക്കി കൊടുക്കാൻ പറ്റിയ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്.